നുറുങ്ങുകഥകൾ എന്ന യൂട്യൂബ് ചാനലിലെ എൻ്റെ പരമ്പരയുടെ ആദ്യത്തെ എപ്പിസോഡിൽ, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു ഗുരുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെയും കഥ. മറ്റൊരു കഥയിലേക്ക് പറയുന്നതിന് മുമ്പ് ആ കഥയുമായി ലേശമെങ്കിലും ബന്ധമുണ്ടെന്ന് കരുതുന്ന ഒരു കഥ പറയുക. യഥാർത്ഥത്തിൽ ആ ബന്ധമുണ്ടെന്ന് പറയുന്ന കഥ ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ആ കഥ അറിയാം. ടോൾസ്റ്റോയിയുടെ 6 അടി മണ്ണ് എന്ന പേരിലുള്ള പ്രസിദ്ധമായ ഒരു കഥയാണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ കഥ പറയുന്നില്ല. കഴിഞ്ഞ എപ്പിസോഡും 6 അടി മണ്ണ് എന്ന കഥയും തമ്മിൽ ഒരു ലേശം ബന്ധമുള്ളതിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത കഥ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ഗുരുവിന്റെയും ശിഷ്യന്മാരുടെയും കഥ പറഞ്ഞുകൊണ്ട് നാം പറഞ്ഞത്, ഗുരുവിന്റെ ഭൗതിക വസ്തുക്കളായ രണ്ടാമുണ്ടോ, കണ്ണടയോ, ഗ്രന്ഥമോ, തൂലികയോ, വസ്ത്രമോ അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കൾ ശേഖരിച്ച് പ്രീതി വാങ്ങുന്നതിനേക്കാളുപരി ഗുരുവിനെ കിട്ടുന്നതാണ് ഉത്തമം, ജ്ഞാനത്തെ കിട്ടുന്നതാണ് ഉത്തമം, സ്നേഹം കിട്ടുന്നതാണ് ഉത്തമം, നന്മകൾ കിട്ടുന്നതാണ് ഉത്തമം എന്ന് പറയുകയായിരുന്നു. യഥാർത്ഥത്തിൽ ചിലർ ആഗ്രഹിച്ചു പോകുന്നത് ജ്ഞാനമല്ല, ഭൗതികതയാണ്, ലൗകികതയാണ്. യഥാർത്ഥത്തിൽ ടോൾസ്റ്റോയിയുടെ നിങ്ങൾക്കറിയാവുന്ന ആ കഥയിൽ കാണുന്നതും ഗുരുവിന് വേണ്ടി ആഗ്രഹിക്കാതിരുന്ന, ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കാതിരുന്ന, നന്മകൾക്ക് വേണ്ടി ആഗ്രഹിക്കാതിരുന്ന ദുരാഗ്രഹിയായ ഒരു മനുഷ്യന്റെ കഥയാണ്. ആ കഥയിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കഥയിൽ അദ്ദേഹം രാവിലെ മുതൽ യാത്ര തുടങ്ങുകയാണ്, നിർത്താതെ നടക്കുകയാണ്. കാരണം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ പ്രഭാതത്തിൽ നടന്നു തുടങ്ങുക, സൂര്യാസ്തമയത്തിന് മുമ്പ് എത്രമാത്രം വിസ്തീർണത്തിൽ നിങ്ങൾ ഭൂമി അളന്നെടുത്ത് തിരിച്ച് ആ സ്ഥലത്ത് വരുന്നു, അവിടം വരെയുള്ള സ്ഥലം, ആ നീളവും വീതിയുമുള്ള, ആ വിസ്തീർണമുള്ള സ്ഥലം നിങ്ങൾക്ക് കിട്ടുമെന്നായിരുന്നല്ലോ ആ വ്യക്തിയോട് യജമാനൻ പറഞ്ഞിരുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ആ ദുരാഗ്രഹിയായ, ഗുരുവിന് വേണ്ടി ആഗ്രഹിക്കാതെ, ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കാതെ, നന്മകൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ, ഭൂമിക്ക് വേണ്ടി ആഗ്രഹിച്ച വ്യക്തി, ലൗകികതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച വ്യക്തി, ലിപ്സ്റ്റിക് പോലുള്ള സാധനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച വ്യക്തി, ആഡംബര കാറുകൾക്ക് പോലുള്ള വസ്തുക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ച വ്യക്തി. അന്ന് ആ കഥ എഴുതുമ്പോൾ ആഡംബര കാറുകളോ AC-യോ കമ്പ്യൂട്ടറോ ഉണ്ടായി എന്നല്ല ഞാൻ പറഞ്ഞത്. ലൗകികതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച വ്യക്തി, ദുരാഗ്രഹിയായി ആഗ്രഹിച്ച വ്യക്തി രാവിലെ നടക്കാൻ തുടങ്ങി. വിശ്രമമില്ലാതെ, ഒരു ചായ കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, പൊരിവെയിലിനെ നോക്കാതെ, വിശ്രമമില്ലാതെ നടക്കുകയാണ്. ഒരുപക്ഷെ ഓടുകയാണെന്ന് പറയാം. കാരണം എത്ര ഭൂമി അളന്നെടുക്കാവോ അത്രയും ഭൂമി അളന്നെടുക്കാമെന്നുള്ള അതിമോഹത്താൽ, അത്യാഗ്രഹത്താൽ ഓടുകയാണ്. അതുകൊണ്ട് തന്നെ പലതും മറന്നുപോയി, തിരിച്ചെത്തേണ്ട സമയം മറന്നുപോയി. ഏത് സ്ഥലത്ത് നിന്ന് തുടങ്ങിയോ ആ സ്ഥലം വരെ തിരിച്ചെത്തുമ്പോഴാണ് ഒരു നീളവും വീതിയുമുള്ള ഒരു വിസ്തീർണം പൂർണ്ണമാകുന്നത് എന്ന്, അല്ലെങ്കിൽ ഒരു വൃത്തം പൂർണ്ണമാകുന്നത് എന്ന്, ഒരു വിസ്തീർണം പൂർണ്ണമാകുന്നതെന്ന് മനസ്സിലാക്കാതെ ദുരാഗ്രഹം ചില അറിവുകളെ മാറ്റിമറിച്ചുകൊണ്ട് ചെയ്തതിനാൽ ഉച്ച കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരമാകാറായപ്പോഴാണ്, സൂര്യാസ്തമയത്തിനോട് അടുക്കാറായപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, ഞാൻ അനധിവിദൂരതയിലാണ്. ഇനി നടന്ന് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ചെന്നില്ലെങ്കിൽ എനിക്ക്
ഭൂമി ഞാൻ വൃത്താകൃതിയിൽ അല്ലെങ്കിൽ നീളവും വീതിയുള്ള രൂപത്തിൽ ഞാൻ നീങ്ങിയ ഈ ഭൂമി എനിക്ക് സ്വന്തമാക്കാനാവില്ല. സൂര്യാസ്തമയം അടുക്കാറായി, ഇനി നടന്നിട്ട് കാര്യമില്ല. അദ്ദേഹം ഓട്ടമായി എന്നല്ലേ കഥയിൽ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത്? കടുത്ത ഓട്ടമായി. കാരണം ലക്ഷ്യം തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. നിങ്ങൾക്കറിയാം കഥയിൽ എന്താണ് പറയുന്നതെന്ന്. ഓട്ടം പൂർത്തിയാക്കുന്നതിന് മുമ്പ് വിശ്രമമില്ലാതെ ഓടിയ വ്യക്തി, ഒരു ചായ കുടിക്കാതെ ഓടിയ വ്യക്തി, ഭക്ഷണം കഴിക്കാതെ ഓടിയ വ്യക്തി, വിയർത്തൊഴിച്ച് ഓടിയ വ്യക്തി, സൂര്യന്റെ കഠിന ചൂടേറ്റിട്ട് ഓടിയ വ്യക്തി തിരിച്ചെത്തി സ്ഥലം പൂർണ്ണമാക്കുന്നതിന് മുമ്പ് വീണു. സാധാരണ വീഴ്ചയല്ല, മരിച്ചു വീണു എന്നറിയാം. ഈ ഓടിയത് കൊണ്ട് എന്ത് പ്രയോജനം? ഈ വിയർപ്പൊഴുക്കിയത് കൊണ്ട് എന്ത് പ്രയോജനം? ഈ സൂര്യന്റെ താഴെ കിടന്ന് ഓടിയത് കൊണ്ട് എന്ത് പ്രയോജനം? ഗുരുവിന്റെ കഥയിലും അതല്ല കാണുന്നത്. ഗുരുവിനെയാണ് കിട്ടേണ്ടത്. ഗുരുവിന്റെ പ്രീതി വാങ്ങാൻ ഗുരുവിന്റെ കണ്ണട നീന്തിയെടുത്തിട്ടെന്ത് കാര്യം? ഗുരുവിന്റെ ഗ്രന്ഥം നീന്തിയെടുത്തിട്ടെന്ത് കാര്യം? അതൊക്കെ നീന്തിയെടുക്കണ്ട എന്നല്ല പറയുന്നത്. രണ്ടാം സ്ഥാനമായിട്ട് അതൊക്കെ നീന്തിയെടുക്കണം. ഊന്നുവടിയും നീന്തിയെടുക്കണം, രണ്ടാം മുണ്ടും നീന്തിയെടുക്കണം, കണ്ണടയും നീന്തിയെടുക്കണം, ചെരിപ്പും നീന്തിയെടുക്കണം, എല്ലാം നീന്തിയെടുക്കണം. പക്ഷെ ഒന്നാം സ്ഥാനം ഗുരുവിന് കൊടുക്കേണ്ടതായിരുന്നു. ഗുരുവില്ലാതെ ചെരുപ്പ് മാത്രം കിട്ടിയിട്ടെന്തിന്? അല്ലെങ്കിൽ ഒരു പേന മാത്രം കിട്ടിയിട്ടെന്തിന്? അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം മാത്രം കിട്ടിയിട്ടെന്തിന്? ആ ഗ്രന്ഥത്തെ പോലും വിശകലനം ചെയ്ത് സംസാരിക്കാൻ ഗുരു വേണ്ടേ? അപ്പോ ഇത് തന്നെയാണ് നമ്മൾ പഴഞ്ചൊല്ലിൽ പറയുന്നത്. ചിത്രം എഴുതുന്നതിന് ഏറ്റവും കുറഞ്ഞത് ഒരു ചുവർ വേണം. നമുക്ക് അത്യാഗ്രഹങ്ങളെ നമ്മിൽ നിന്ന് അകറ്റാം, ലൗകികതയെ അകറ്റാം. ഗാന്ധിജി പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം ലളിത ജീവിതവും ഉയർന്ന ചിന്തയുമാവട്ടെ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റൂ. എഡിസനെ പോലെ, ന്യൂട്ടനെ പോലെ, പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാരെ പോലെ കണ്ടുപിടിക്കാൻ പറ്റും. അവിടെയാണ് സ്ത്രീ വളരേണ്ടത്. അല്ലാതെ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് എനിക്ക് മേയറാവണം, 5 വർഷത്തെ മേയർമാരിൽ ഞങ്ങൾക്ക് 5 പെണ്ണുങ്ങൾക്ക് 5 മേയർമാരാവണം, എണ്ണം കൂടി മേയറാകാത്ത പെണ്ണുങ്ങളില്ല ഇന്ന്, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺസ് ആകാത്ത പെണ്ണുങ്ങളില്ല ഇന്ന്, പഞ്ചായത്ത് പ്രസിഡന്റ് ആവാത്ത പെണ്ണുങ്ങളില്ല ഇന്ന്. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ട് അവരെ മുട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അബദ്ധവശാൽ മുട്ടിയാൽ കേസായി. ഓക്കെ, അപ്പോ ഞാൻ ഈ 6 മണ്ണിൽ നിന്ന് അതോടൊപ്പം ഗുരുവിന്റെ കഥയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന സന്ദേശം, നാം ലൗകികതയെ കുറച്ചെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് ജ്ഞാനത്തെ നേടുക, ഗുരുവിനെ നേടുക, അത്യാഗ്രഹത്തെ ത്യജിക്കുക, ബുദ്ധിയെ നേടുക. റാങ്കിന് വേണ്ടിയല്ല ബുദ്ധി കാണിക്കേണ്ടത്. അത് കാണാപ്പാഠം പഠിച്ചിട്ടുള്ള പഠനം മാത്രം. കാണാപ്പാഠം പഠിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയും ഏതോ വലിയ ന്യൂട്ടനായെന്ന് ഞാൻ കേട്ടിട്ടില്ല, ഏതോ വലിയ എഡിസനായെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ IAS കാരിയായിരിക്കാം. അതൊരു ക്ലറിക്കൽ ജോലി മാത്രമാണ്. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോകുന്ന ക്ലറിക്കൽ ജോലി മാത്രമാണ്. യഥാർത്ഥത്തിൽ IASൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള ക്ലറിക്കൽ ജോബുകളിൽ നിന്ന് രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്നവർ ഒരു MLA ആവാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നിൽ നടന്ന ചരിത്രവും അവർ എല്ലാം ഓർക്കുമ്പോൾ ഒരു കളക്ടറുടെ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡിങ് പവർ ഉള്ള ഒരു ജോലിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് ആ അധികാരവും ഒരു ഡ്രൈവറെയും ഒരു പോലീസുകാരനെയും അതുപോലുള്ള
കസേരകളും AC-യും കൊടുത്തത് കാരണം നാം പേടിച്ച് മുന്നിൽ നിൽക്കുന്നത് മാത്രമാണ്. അവർക്ക് കമാൻഡിങ് പവർ ഉണ്ടായിരുന്നെങ്കിൽ അവർ രാജിവെച്ച് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എത്ര പെട്ടെന്ന് MLA ആവാനും MP ആവാനും ഒക്കെ സാധിക്കണം. അവർക്ക് ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നു. അത് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കാര്യമായാലും ശ്രീലേഖയുടെ കാര്യമായാലും എല്ലാം അങ്ങനെ തന്നെ. അപ്പോ ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് ഗാന്ധിജി പറഞ്ഞ പോലെ ലളിത ജീവിതവും ഉയർന്ന ചിന്തയുമായി ജീവിക്കാം. നന്മയെ ആവാഹിച്ചുള്ളിലേക്കെടുക്കാം, ഗുരുവിനെ ആവാഹിച്ച് ഉള്ളിലേക്കെടുക്കാം, ബുദ്ധിയെ ആവാഹിച്ച് ഉള്ളിലേക്കെടുക്കാം. ലൗകികതകൾ അത് ചിലപ്പോൾ ലിപ്സ്റ്റിക് ആയിരിക്കാം, ബ്യൂട്ടി പാർലർ ആയിരിക്കാം, ആഡംബര കാറുകളായിരിക്കാം, ആഡംബര വസ്ത്രങ്ങളായിരിക്കാം, ഫാഷൻ വസ്ത്രങ്ങളായിരിക്കാം, കക്ഷം കാണിച്ചുകൊണ്ട് നടക്കുന്ന വസ്ത്രങ്ങളായിരിക്കാം, തുട കാണിച്ചുകൊണ്ട് നടക്കുന്ന വസ്ത്രങ്ങളായിരിക്കാം, സ്ഥലം കാണിച്ചുകൊണ്ട് നടക്കുന്ന വസ്ത്രങ്ങളായിരിക്കാം. മൊത്തം ലൗകികതകളെ മാറ്റിക്കൊണ്ട് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാം, നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കാം, ഗുരുവിനെ സ്വാംശീകരിക്കാം. നന്ദി. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയുമായി ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും ഇന്നത്തെ ദിനത്തിന്റെ എല്ലാ ആശംസകളും.